ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടക്കൂറ്. അപ്പം അതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ഒരു മിനിറ്റ് എടുക്കുകയുള്ളൂ. അതായത് ഇവിടെ നല്ലതും ദോഷവും ആയിട്ടുള്ള ഫലങ്ങൾ പറയുന്നു എന്ന് അതെന്തിനാ അങ്ങനെ എന്ന് ചിലരുടെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്. അത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ നല്ലത് ചെയ്യുക ഒരാൾക്ക് അങ്ങനെയില്ല, എല്ലാ ഗ്രഹങ്ങളും ദോഷം ചെയ്യുക അങ്ങനെയില്ല. ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് നിൽക്കുമ്പോൾ നല്ലത് ചെയ്യുന്നു, മറ്റ് ചില ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിന്നാൽ അതിൻ്റേതായിട്ടുള്ള ദോഷഫലം ചെയ്യും. ഇപ്പോൾ ഒരു ഗ്രഹം നല്ലത് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു എന്നിട്ട് മറ്റൊരു ഗ്രഹം ദോഷം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം വെറുതെ ഇരിക്കില്ലേ? അത് അതിൻ്റേതായിട്ടുള്ള കർത്തവ്യം ചെയ്യും. അപ്പം നമ്മളിത് എന്താ അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഗ്രഹമാണ് ദോഷസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രഹവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാതിരിക്കുക. ആ ദിവസം ഇപ്പോൾ വ്യാഴം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു, സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ഇത് വരുന്നു ശുക്രൻ. അപ്പോൾ വ്യാഴം വളരെ ധനനേട്ടം തരുന്നു, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ശുക്രന് സന്താനം മൂലം ക്ലേശം ഉണ്ടാകുന്നു. അതൊക്കെ വിപരീതമാണ്. പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സന്താനങ്ങൾ ഒരു ദിവസം അവർ മൂലം നേട്ടങ്ങളോ സന്തോഷമോ ഉണ്ടായാൽ പിറ്റേ ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർ സന്താനം മൂലം ക്ലേശം ഉണ്ടാകില്ലേ? അതിനൊക്കെ ഓരോന്ന് സംഭവിക്കാൻ ഒരു നിമിഷം മതി. ആ ഗ്രഹങ്ങൾ വ്യാഴം നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശുക്രൻ വെറുതെ ഇരിക്കില്ല. ശുക്രൻ ദോഷമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിൻ്റെ കാര്യം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നല്ല കാര്യങ്ങൾ അറിയുന്നതിലേറെ ദോഷം എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് അതിൻ്റെ പരിഹാരം ചെയ്യുക. ആ ഗ്രഹങ്ങളുടെ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്ര, അങ്ങനെയുള്ള ഭരണ ഇടപാടുകൾ അതൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രഹം നല്ലത് ചെയ്യുന്നത് പറഞ്ഞ് മറ്റു ദോഷം ചെയ്യുന്ന ഗ്രഹം അതല്ലെങ്കിൽ ആവറേജ് എടുത്തിട്ട് ഇത്രയാണ് നേട്ടം എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓരോ ഗ്രഹത്തിൻ്റെയും ദോഷസ്ഥലത്തുള്ള ഗ്രഹങ്ങളുടെ ദിവസം വരുമ്പോൾ അത് അതിൻ്റെ ദോഷം ചെയ്യും, ശിക്ഷ തരും. നല്ല ഗ്രഹങ്ങളാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ദിവസങ്ങളിൽ അനുഗ്രഹം തരും. അത് മനസ്സിലാക്കി ദോഷങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദിവസങ്ങളിൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് മേടക്കൂറുകാർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാല, ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ദൂരയാത്ര, ബന്ധുമിത്രാദികൾ മൂലം ക്ലേശങ്ങളെ, ധനനഷ്ടം, പിന്നെ ചില സ്ഥാനഭ്രംശം, ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളെ, അതുപോലെ സ്നേഹിതരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല ഒക്കെ വഴിപാട് ചാർത്തൽ, പുഷ്പാഞ്ജലി നടത്തുക, പിന്നെ ഓം നമഃശിവായ ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകും. അപ്പോൾ ഞായറാഴ്ച ദിവസം അധികം യാത്രയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ബന്ധു വീട്ടിൽ പോകാതിരിക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് അപ്പോൾ ബന്ധുക്കളുമായിട്ട് വഴക്ക് കൂടിയെന്ന് വരാം. അപ്പോൾ ആ ഒരു യാത്ര അന്നത്തെ ദിവസം ഒഴിവാക്കുകയാണ്. അത് അടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ അത്രയും ദോഷം വരില്ല. അങ്ങനെയാണ് അറിയേണ്ടത്. പിന്നെ കുജൻ 23-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനധാന്യ വസ്ത്രാദികളൊക്കെ നേടുന്നതിന് സാധ്യതയുണ്ട്. എല്ലായിടത്തും സർവകാര്യ വിജയം, ഭൂമി ലഭിക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ളതാണ് ഈ കുജൻ്റെ നീക്കം.
എന്നാൽ 23-ാം തീയതി മുതലങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് വരുന്നത്. ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവനുസരിച്ചൊരു വഴിപാട്, ഒരു കടുംപായസമോ പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. കാര്യതടസ്സം, ധനനഷ്ടം, അധികമായിട്ടുള്ള ചെലവ്, സുഖക്കുറവ്, ടെൻഷൻ, ബന്ധുക്കളുമായിട്ടൊക്കെ ചില വിരോധം, അഭിപ്രായ വ്യത്യാസം, ഇതിനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് വെച്ചാൽ ആ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ്. പിന്നെ വ്യാഴൻ അതും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശിയിലാണ്. നല്ല ടെൻഷനൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ ഒരു ചെറിയ തോതിൽ കുറവ് തുടങ്ങിയിട്ടുണ്ടാകാം, അതിന് സാധ്യതയുണ്ട്. എങ്കിലും ഓഫീസ് സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾക്കോ ഓഫീസിൽ തന്നെ ചില മാറ്റങ്ങൾക്കോ അതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചില അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇത് ദോഷപ്രദമാണ്, ടെൻഷൻ ഉള്ള സമയമാണ്. എന്നാലും വിദേശത്ത് പോകുന്നതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഇതുവരെ സന്താനഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. എങ്കിലും പൊതുവേ ജന്മരാശിയിലെ വ്യാഴം അത്ര നന്നല്ല എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല, അനുകൂലനായിട്ട് തന്നെ ആണ് സഞ്ചരിക്കുന്നത്. ആദ്യമൊക്കെ ചില തടസ്സങ്ങൾ വരുത്തും, എങ്കിലും പിന്നീട് അത് അനുകൂലമായിട്ട് തന്നെ അനുഗ്രഹിക്കുന്നതാണ്. ധനലാഭം, ശത്രുനാശം, സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, ലോക ബഹുമാനം, ശത്രുനാശം, ഉദ്യോഗലബ്ധി തുടങ്ങിയ സുഖം തരിക, മനസ്സമാധാനം ഉണ്ടാകുക, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിനുള്ള അനുഗ്രഹം തരുന്നതാണ്. പിന്നെ കേതു വളരെ അനുകൂലനാണ്, ഒരു ദോഷവും ചെയ്യുന്നില്ല. പക്ഷേ രാഹു അത്ര അനുകൂലനല്ല, ധാരാളം ചിലവുകൾ വരുത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കേസ് വഴക്കുകൾക്കൊക്കെയും ചില സാധ്യതകളുണ്ട്. അത് പക്ഷേ നമ്മളുടെ ദശാകാലം കൂടി ദോഷമാണ് എങ്കിലേ അതിന് സാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ശിവക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക, സർപ്പപൂജ ചെയ്യുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷം ബാധിക്കില്ല. ഇനി ഇടവക്കൂറ്. കാർത്തിക, മുക്കാല, രോഹിണി, മകയിരം പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്കിപ്പോൾ സൂര്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല ഫലങ്ങളൊക്കെ തരും, ധനനേട്ടം ഉണ്ടാകും, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, പുതിയ ജോലി ലഭിക്കുക, ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളുണ്ടാകുക, ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായി വരിക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശമൊക്കെയും തന്നെ സാധിച്ച് കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ദൂരയാത്ര ചെയ്യേണ്ടി വരിക, ധനക്ലേശം ഉണ്ടാകുക, അധികമായിട്ടുള്ള ചിലവ്, സ്ഥാനഭ്രംശത്തിനൊക്കെയും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹിതരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും ഓം നമഃശിവായ ഒരു കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ പുഷ്പാഞ്ജലി ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ 23-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. നിത്യകർമ്മങ്ങളിൽ ചില തടസ്സങ്ങൾ, ദൂരയാത്ര, കാര്യ പരാജയങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. കടുംപായസമോ മാല ചാർത്തലോ പുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് ചൊവ്വാഴ്ച ദിവസം അത് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക.
വളരെ നേട്ടങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പം ബുധൻ 9-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. കാര്യതടസ്സങ്ങൾക്കും ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക. എന്നാൽ 9-ാം തീയതിക്ക് ശേഷം ബുധൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനനേട്ടം, പ്രശംസ ലഭിക്കുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക, ബന്ധുക്കൾ മൂലം ഒക്കെ പല നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ബുധൻ. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്, ദോഷസ്ഥലത്താണ് നിൽക്കുക. അപ്പോൾ അധികമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകുക. പക്ഷേ നല്ല കാര്യത്തിനായിട്ടായിരിക്കും ഈ ധനച്ചെലവ് ഏറിയ പങ്കും വരുന്നത്. പ്രത്യേകിച്ച് വീടോ ഭൂമിയോ വാഹനമോ ഒക്കെ വാങ്ങുന്നതിനോ അല്ലെ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ അതിനൊക്കെയും സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ 30 വരെ ഉണ്ട്. ഇനിയിപ്പോൾ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിന് ഇപ്പോൾ തന്നെ ഒന്ന് ശ്രമിച്ചു തുടങ്ങാം. അതിന് സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ദൂരയാത്രയ്ക്കോ തീർത്ഥാടനത്തിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട്. വ്യാഴം ജാതകത്തിൽ ദോഷനാണെങ്കിൽ ചില കേസ് വഴക്കുകൾക്കൊക്കെയും ഒരു തുടക്കം കുറിക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വസ്തുവകളൊക്കെ നഷ്ടമാകുന്നതിനോ ഒക്കെയും വിറ്റ് പോകുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട്. അതേസമയം വ്യാഴൻ അനുകൂലനാണെങ്കിൽ കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനും സാധ്യത ഉണ്ട്, അധികം ധനച്ചെലവില്ലാതെ തന്നെ. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. കൂടുതൽ ഫലങ്ങൾ നന്നായിട്ട് തന്നെ വരുന്നതാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക, ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, പ്രതാപം, കാര്യവിജയം, സർവ്വവിധമായ സുഖപ്രാപ്തി, ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 24-ാം തീയതിക്ക് ശേഷം അത്ര അനുകൂലനല്ല. അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ ശനി കണ്ടകശനിയായി തന്നെ തുടരുന്നു. അത് കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യത ഉള്ളതാണ്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. അതൊക്കെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങളും നല്ല ദോഷം ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ യാത്രയൊന്നും ചെയ്യാതിരിക്കുക. വാഹനങ്ങൾ മൂലമായിട്ടൊക്കെ തന്നെ നല്ല ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ള സമയമാണ്. പിന്നെ രാഹു അനുകൂലനാണ്, എന്നാൽ കേതു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ്. കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി മിഥുനക്കൂറ്. മകയിരം പകുതി, തിരുവാതിര, പുണർതം, മുക്കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനനേട്ടം, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധു സമാഗമം ഉണ്ടാകുക, അധികാരികൾ മൂലം ആനുകൂല്യങ്ങൾ ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ നേടുക, ജോലി നഷ്ടമായിരുന്നവർക്ക് പുതിയ ജോലിക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ മൂലം പല നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ഉഷ്ണസംബന്ധമായ രോഗങ്ങളെ, അപമാനം സഹിക്കേണ്ടി വരിക, ലോക നിന്ദ ഏൽക്കേണ്ടി വരിക, പണത്തിന് ക്ലേശം ഉണ്ടാകുക, നിത്യകാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളെ, ദൂരയാത്ര തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. ഒരു കടുംപായസമോ ഒരു ഉടയാട ചാർത്തലോ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചൊവ്വാഴ്ചയോ അല്ലെ ജന്മനക്ഷത്രത്തിലോ ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ ബുധൻ മാസം മുഴുവനും അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. പുതിയ സ്ഥാനമാന ലാഭം, ജോലി ലഭിക്കൽ, ശത്രുപരാജയം, ധനനേട്ടം, ബന്ധുക്കൾ മൂലമൊക്കെ പല നേട്ടങ്ങൾ, സന്തോഷം, സ്നേഹിതർ മൂലമായിട്ടും പല നല്ല ഫലങ്ങളും സന്തോഷമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സുഖപ്രാപ്തി ഉണ്ടാവും, പ്രശംസനീയമായി പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് തുടങ്ങിയ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പിന്നെ വ്യാഴൻ
വളരെയേറെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ധനനേട്ടം, ആനന്ദം, സ്ഥാനമാന ലാഭം, ശത്രുനാശം, സർവകാര്യ വിജയം, സന്താനഭാഗ്യം ഉണ്ടാകുക, വിവാഹങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ നീക്കങ്ങളുണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശമൊക്കെ തന്നെ സാധിച്ച് കിട്ടുന്നതാണ്. ഓഫീസിലൊക്കെ ഒരു പ്രൊമോഷനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അത് ഏപ്രിൽ 30 വരെയുള്ള സമയത്തും സാധിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ സന്താനങ്ങൾ മൂലമായിട്ട് നല്ല സന്തോഷം ഉണ്ടാകുക, സന്താനങ്ങളുടെ വിവാഹം, ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. പൊതുവേ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഈശ്വരാധീനം ഉള്ള സമയമാണ്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകൾ മൂലമായിട്ടൊക്കെ മനക്ലേശം, ധനനാശം, ശത്രുക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 24-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനം നേട്ടം ഉണ്ടാകുക, പ്രതാപം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ഭയങ്ങളൊക്കെ മാറിക്കിട്ടുക, അതുപോലെ തന്നെ പലരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമോ കലഹങ്ങളോ പിണക്കമോ ഒക്കെ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടുക. ഇതങ്ങനെ പല നല്ല ഫലങ്ങളും തരുന്നതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ല. ധനനഷ്ടം, ശത്രുക്ലേശം, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട്, എള്ളുകിഴി വഴിപാട് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട്, അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല ചാർത്തലോ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അത് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല. ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹു കേതുക്കളുടെ ദോഷം കുറയും. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് സൂര്യൻ ഇപ്പോൾ 13-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനഷ്ടം, മനസമാധാനമില്ലാതെ വരിക, ബന്ധുവിരഹം ഉണ്ടാകുക, അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക, വരവിനൊക്കെ ചില കുറവുകളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ തുടങ്ങിയ വഴിപാടുകൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. എന്നാൽ 14-ാം തീയതി മുതൽ ഏപ്രിൽ 14 മുതൽ അങ്ങോട്ട് വളരെയേറെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ധനലാഭം ഉണ്ടാകുക, ബന്ധുസമാഗമം ഉണ്ടാകുക, അധികാരികൾ മൂലം പല നേട്ടങ്ങളെ സഹായം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. വിഷുബലവും ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, സ്ഥാനഭ്രംശം, കടം വാങ്ങിക്കേണ്ടി വരിക, ദൂരയാത്ര, ധനക്ലേശം, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. ചൊവ്വാഴ്ച ദിവസങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അനുകൂലമല്ലാത്ത ദിവസമാണ്. പിന്നെ ബുധൻ 9-ാം തീയതി വരെ അനുകൂലനാണ്. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം, ശത്രുനാശം ഉണ്ടാകാം, ധനനേട്ടം ഉണ്ടാകാം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 9-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട്. പല കാര്യതടസ്സം ഉണ്ടാകുക, മനക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ ദോഷങ്ങൾ ധാരാളം കുറയുന്നതാണ്. പിന്നെ വ്യാഴൻ 10-ാം ഭാവത്തിലാണ്. അത് ഗോചരാല 10-ാം ഭാവത്തിൽ വ്യാഴം അത്ര നന്നല്ല. പക്ഷേ വ്യാഴത്തിന് ഇവിടെ വിപരീത ഭേദം ഭവിക്കുന്നേ. അപ്പോൾ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. ധനലാഭം, സന്താനങ്ങൾ നിമിത്തം സന്തോഷം ഉണ്ടാകുക, ഗൃഹലാഭം ഉണ്ടാകുക, പൊതുവെ നല്ല ഉയർച്ച തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2-ലോട്ടും 6-ലോട്ടും ഒക്കെ ഉള്ളത് ജോലിക്കാര്യത്തിന്, ധനകാര്യത്തിനുമൊക്കെ അനുകൂലമാണ്, ഉത്തമമാണത്. എങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ അനുകൂലനാണ്. ധനപ്രാപ്തി, വസ്ത്രാഭരണാദി നേട്ടം, സർവാഭിഷ്ടലാഭം,
സർവ്വവിധമായ സുഖപ്രാപ്തി, ആരോഗ്യം അനുകൂലമായി വരിക, വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 24-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലമല്ലാതെയാണ്. സ്ത്രീകൾ മൂലമൊക്കെ ധനക്ലേശമോ മാനഹാനിക്കോ മനക്ലേശത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശനി അഷ്ടമശനിയായിട്ട് തന്നെ തുടരുന്നു. നല്ല ക്ലേശം തരുന്ന ഒരു സമയമാണ് ഈ അഷ്ടമശനിയുടെ കാലം. അപ്പോൾ ശനിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രയൊക്കെ ഒഴിവാക്കുക, ധന ഇടപാടുകളൊക്കെ ഒഴിവാക്കുക. ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുക, അത് മാറ്റിവെക്കാൻ അല്ല, കഴിവതും മാറ്റിവെക്കുക യാത്രകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ ഒക്കെ ചാർത്തിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ രാഹു അത്ര അനുകൂലമല്ല, ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യക്ലേശം, ഭാഗ്യദോഷം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ സർപ്പപൂജ ചെയ്യുന്നതോ ശിവപ്രീതി വരുത്തുന്നതോ ഒക്കെ നല്ലതാണ്. ആ ദോഷങ്ങളൊക്കെ കുറയും. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രംകാലി 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ഉഷ്ണസംബന്ധമായ രോഗം, പത്നീകോപം, ധനനഷ്ടം, ബന്ധുവിരഹം, വരവ് കുറയുക, അപമാനമൊക്കെ ചിലപ്പോൾ സഹിക്കേണ്ടി വരിക, യാത്ര ചെയ്യേണ്ടി വരിക, ദൂരയാത്ര. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക എന്നും ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ഒരു 108 വീതമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. ഒത്തിരി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും. വീട്ടുകാരുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ, ധന ക്ലേശം ഉണ്ടാകുക, നേത്ര സംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കാം. ദൂരയാത്ര അനിവാര്യമായിട്ട് വരാം. അതുപോലെ തന്നെ യാത്രാ സമയമൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിതമായിട്ട് ധനനഷ്ടത്തിനൊക്കെയും സാധ്യത വരും. അപ്പോൾ ചില അപമാനങ്ങളും ആ കൂട്ടത്തിലുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. മനക്ലേശം, പല കാര്യങ്ങൾക്കും തടസ്സം, ചില അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ആ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. എന്നാൽ ധനനേട്ടത്തിനും സന്താനങ്ങൾ മൂലം ചില സന്തോഷം ഉണ്ടാകുന്നതിനും സാധ്യതയും ഉണ്ട് ഈ ബുധൻ്റെ ഈ അവസ്ഥ കാരണം. പിന്നെ വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ധനലാഭം, ഗൃഹലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷം, സന്താനങ്ങൾക്ക് പല ഭാഗ്യ നേട്ടങ്ങളെ, എല്ലാ വിധമായ സുഖം ഉണ്ടാകുക, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതുവരെ സന്താനഭാഗ്യമില്ലാതിരുന്നവർക്കാണ് ചില സന്താനഭാഗ്യത്തിനൊക്കെ ഒരു തുടക്കം കുറിക്കുക. സന്താനങ്ങളുടെ വിവാഹം, ജോലി, സന്താന നേട്ടം, സന്താനങ്ങളുടെ സന്താന ഭാഗ്യം, ഇതിനൊക്കെ തന്നെ വളരെ നല്ല സാധ്യതയുള്ള ഇതാണ്. നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. സുഖം ലഭിക്കുക, ധനലാഭം ഉണ്ടാകുക, ദുഃഖശാന്തി ഉണ്ടാകുക, വസ്ത്രധനാദികളൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ തന്നെ സാധിച്ചു കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ ശനി കണ്ടകശനിയായി തുടരുന്നു. മനക്ലേശം, ധനക്ലേശം, ദൂരയാത്ര ചെയ്യേണ്ടി വരിക, ജോലി സംബന്ധമായ യാത്ര ഉണ്ടാകുക, ടെൻഷൻ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. പക്ഷേ ഈ വ്യാഴം വളരെ അനുകൂലനായി നിൽക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നും അത്ര കാര്യമായി വന്നു എന്ന് വരില്ല. എങ്കിലും ശനിയാഴ്ച ദിവസം നമ്മളൊന്ന് കെയർഫുള്ളായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ, ഹനുമാൻ ചാലിസ ജപിക്കലോ, അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളും കുറയുന്നതാണ്. പിന്നെ രാഹുകേതുക്കളെ അത്ര അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തൽ, സർപ്പപൂജ ചെയ്യൽ, ഗണപതിക്ക് പ്രീതി വരുത്തൽ, ഒരു നാളികേരം ഉടയ്ക്കലോ ഗണപതി ഹോമം ചെയ്യലോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ, രാഹുകേതുക്കളുടെ ദോഷങ്ങളൊക്കെ കുറയുന്നതാണ്.
ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂറ്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക, ഉദര സംബന്ധമായ ക്ലേശം ഉണ്ടാകുക, ഉഷ്ണ സംബന്ധമായ രോഗങ്ങളെ, ശത്രുക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഓം നമഃ ശിവായ ജപിക്കുക, മഹാദേവൻ്റെ അഷ്ടോത്തരശതം ജപിക്കുക, പിന്നെ കൂവളമാല ചാർത്തലോ അതൊക്കെ ചെയ്യുന്നത്, ധാര നടത്തുന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 23-ാം തീയതി വരെ അനുകൂലനാണ്. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, നല്ല വിചാരങ്ങളെ, രോഗമുക്തി, വഴക്കുകളൊക്കെ ഒന്ന് പരിഹരിച്ചു വരിക, അതുപോലെ പൊതുവെ എല്ലായിടത്തും നല്ല വിജയം ഉണ്ടാകുക, കാര്യസാധ്യത ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം അത്ര അനുകൂലമല്ല. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബുധൻ 9-ാം തീയതി വരെ അത്ര ദോഷപ്രദൻ അല്ല. എന്നാൽ 9-ാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, മനക്ലേശം, ധനക്ലേശം, രോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, ദുഃഖം, രോഗം, അധികമായിട്ടുള്ള ധനച്ചെലവ് തുടങ്ങി കടം വാങ്ങിക്കേണ്ടി വരിക, അങ്ങനെ പല ദോഷങ്ങളും ഉണ്ട്. കൂടാതെ മാതാവിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്, വീടിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് നല്ല ധനച്ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ് ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ടി വരിക, സന്താനങ്ങൾ മൂലമൊക്കെ ആയിട്ട് മനക്ലേശം തുടങ്ങിയ നല്ല ദോഷപ്രദമായിട്ടുള്ള സമയമാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സഹസ്രനാമാർച്ചന വ്യാഴാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജന്മനാളിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. തുളസിമാല ചാർത്തുന്നത് നല്ലതാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ ഈ സഹസ്രനാമാർച്ചന ചെയ്യാം. തുളസിമാല ചാർത്തൽ അവിടെയാകാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. പിന്നെ വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരയാത്രയോ പണ ഇടപാടുകളോ ഒക്കെ ഒന്നും മാറ്റിവെക്കുന്നത് നല്ലതാണ്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകൾ മൂലം മനക്ലേശം, ദുഃഖം, നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. കുടുംബസുഖം, ഭൂമി ലാഭം, ശത്രുനാശം, ധനനേട്ടം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ രാഹുകേതുക്കൾ ദോഷപ്രദമായിട്ടാണ് തന്നെ സഞ്ചരിക്കുക. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യിക്കുക, ഗണപതി ഹോമമോ ഗണപതി പ്രീതി നാളികേര ഉടയ്ക്കലോ എന്തെങ്കിലും ഒരു പൂജയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ജന്മ നക്ഷത്ര ദിവസം. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ദോഷവും കുറയും. ഇനി തുലാക്കൂറ്. ചിത്തിര പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് തുലാക്കൂറ്. ഇവർക്ക് 13-ാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. സന്തോഷം, സർവകാര്യ വിജയം, ശത്രുനാശം, ലോക ബഹുമാനം, രോഗനാശം, മനസ്സന്തോഷം, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പലയിടത്തും കാര്യപരാജയം ഉണ്ടാകാം. ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളൊക്കെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ ഗോളമാല ചാർത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃ ശിവായ ജപിക്കുന്നത് നല്ലതാണ്. ശിവ അഷ്ടോത്തര ശതം ജപിക്കുന്നത് നല്ലതാണ്. ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 23-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ല. നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. ധനക്ലേശം, ശത്രുക്ലേശം,
സന്താനങ്ങൾ മൂലമൊക്കെ ആയിട്ട് മനക്ലേശമേ, സന്താനങ്ങളുടെ ബന്ധുക്കളുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകലെ, അങ്ങനെയൊക്കെയുള്ള പല ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു കടുംപായസമോ ഒരു പുഷ്പാഞ്ജലിയോ ഒരു ഉടയാട ചാർത്തലോ ഏതെങ്കിലും ഒരു വഴിപാട് നമ്മൾക്ക് പറ്റുന്നത് ചെയ്യുക. എന്നിട്ട് അത് ചൊവ്വാഴ്ചയോ ജന്മനക്ഷത്ര ദിവസമോ ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 23-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അത് ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, രോഗമുക്തി, സർവകാര്യ വിജയം, സന്തോഷം, ശത്രുനാശം, വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ 9-ാം തീയതി വരെ അനുകൂലനല്ല, 9-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനാണ്. വ്യാഴം വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. സർവകാര്യ വിജയം, സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. എല്ലാ വിധമായ സുഖപ്രാപ്തി, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ട് ആയ തുടക്കം കുറിക്കുക. സന്താന ഭാഗ്യത്തിന് ഒക്കെ തുടക്കം കുറിക്കുക. ജോലി സ്ഥലത്ത് അനുകൂലമായിട്ടുള്ള നീക്കങ്ങളുണ്ടാകുക, പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ മാസം മുഴുവനും അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. സ്ത്രീകൾ കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകുക, സന്താനങ്ങളും ബന്ധുക്കളും കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകുക, ക്ലേശിച്ച് നിത്യവൃത്തി കഴിച്ചു കൂട്ടേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സന്താനങ്ങൾ മൂലമോ ബന്ധുക്കൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ ഒരു വഴിപാട് ചെയ്യുക. അത് ശനിയാഴ്ച ദിവസമോ ജന്മനക്ഷത്രങ്ങളിലോ ചെയ്യുക. അപ്പോൾ ശനിയാഴ്ച ദിവസം പിന്നെ കഴിവതും യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കേതു ദോഷങ്ങൾ ഒഴിയാൻ വേണ്ടി. കേതു അത്ര അനുകൂലനല്ല, എന്നാൽ രാഹു വളരെ അനുകൂലനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ഒരു ഗണപതി ഹോമം ചെയ്തു അടുത്തുള്ള അമ്പലത്തിൽ, അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, കാല, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനഹാനി, സ്നേഹിതർ മൂലം ക്ലേശങ്ങളെ, സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ, ശത്രു ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നും ഓം നമഃ ശിവായ ജപിക്കുകയോ അതുപോലെ ശിവക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക. ധാരയോ ഗൂളമാലയോ ഒക്കെ ചാർത്തുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. കർത്തവാവിൻ്റെ തലേ ദിവസം ഒരു കുറച്ച് ഗൂളമാല ചാർത്തില്ല, കുറച്ച് ഗൂളത്തിൻ്റെ ഇല കൊടുത്തിട്ട് അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നും ഓം നമഃ ശിവായ 108 പ്രാവശ്യം വീതമെങ്കിലും ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ 14-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സർവകാര്യ വിജയം, ലോക ബഹുമാനം, സന്തോഷം, ധനനേട്ടം, ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാഭരണാദി നേട്ടങ്ങളെ, മനസ്സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിഷുഫലങ്ങളും ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്ലേശം, സ്ഥാനഭ്രംശം, ബന്ധുവിരോധം, രക്തസംബന്ധമായ രോഗങ്ങളെ, സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കടുംപായസമോ മാലയോ വിളക്കോ നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് ചൊവ്വാഴ്ച ദിവസം ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 9-ാം തീയതി വരെ ദോഷപ്രദൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ 9-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലനല്ലാതെ വരികയാണ്. അപ്രതീക്ഷിതമായ വഴക്ക്, ഭാര്യാപുത്രാദികൾ മൂലമൊക്കെ ക്ലേശങ്ങളെ, ഉഷ്ണരോഗം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്ന രീതിയിൽ അത് ദോഷങ്ങൾ ഒത്തിരി കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴൻ വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, അതുപോലെ തന്നെ രോഗപീഠയൊക്കെ ഉണ്ടാകാം. വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുക, ഒരു അനുഭവയോഗമില്ലാതെ വരുന്നതിനൊരു സാധ്യതയാണത്.
എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരിക, ആഹാരം പോലും വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരെയും വരാം, പ്രത്യേകിച്ച് വ്യാഴാഴ്ച. അപ്പോൾ ധനം, സ്വർണം ഇതൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. നല്ല ദോഷപ്രദമായിട്ടുള്ള സമയമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസം കഴിവതും യാത്രകളൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക. തുളസിമാല ചാർത്തുക, വളരെ നല്ലതാണത്. പിന്നെ 24-ാം തീയതി വരെ ശുക്രൻ വളരെ അനുകൂലനാണ്. കുടുംബസുഖം, സന്താനങ്ങൾ മൂലം സന്തോഷം, തൊഴിലിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുക, ധനധാന്യ വസ്ത്രാഭരണാദികളൊക്കെ നേടുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തന്നെ തുടരുന്നു. സ്ഥാനപരിവർത്തനം, ബന്ധുവിയോഗം, ധനഹാനി, തൊഴിൽ സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. രാഹു ക്ലേശപ്രദനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം രാഹുവിൻ്റെ ദോഷം കുറയും. ഒരു സർപ്പപൂജ, ആയില്യപൂജ ചെയ്യുന്നതും നല്ലതാണത്, ദോഷങ്ങൾ കുറയും. കേതു പക്ഷേ ദോഷപ്രദനല്ല, വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. ഇനി ധനുക്കൂറ്. മൂലം, പൂരാട, ഉത്രാടം, കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ധനുരാശി. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലൻ അല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗക്ലേശങ്ങളെ, ഗ്രഹകലഹങ്ങളെ, മനക്ലേശമേ, സ്ത്രീകൾ മൂലമൊക്കെ ചില ക്ലേശങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക, അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. അതുപോലെ ഓം നമഃ ശിവായ ജപിക്കുക, ശിവ അഷ്ടോത്തരശതം ജപിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ 23-ാം തീയതി വരെ കുജൻ വളരെ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. സർവകാര്യ വിജയം, ശത്രുനാശം, ധനനേട്ടം, ഉത്തമമായിട്ടുള്ള ആഹാരാദികളൊക്കെ ലഭിക്കുക, സുഹൃത്തുക്കൾ മൂലമൊക്കെ പല നേട്ടങ്ങളുണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുന്നത്. പണത്തിനൊക്കെ ക്ലേശിക്കുക, ശത്രുക്ലേശം ഉണ്ടാകുക, ബന്ധുവിരോധം ഉണ്ടാകുക, രക്തസംബന്ധമായ ക്ലേശങ്ങളെ, സ്ഥാനഭ്രംശങ്ങളൊക്കെ സംഭവിക്കുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു കടുംപായസമോ മാല, ഉടയാട തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ചൊവ്വാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബുധൻ 9-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 9-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ്. ധനലാഭം ഉണ്ടാകും, മാതൃസുഖം, കുടുംബസുഖം, മാതാവ് മൂലമായിട്ടൊക്കെ വളരെ സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല സമയമാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂല ഭാവത്തിലാണ് എങ്കിലും വേദദോഷം കാരണം അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് ഫലം തരുന്നത്. വീട് വിട്ടു പോകേണ്ടി വരിക, ശത്രുക്കളെ കൊണ്ട് ക്ലേശം ഉണ്ടാകുക, മാതാവ് മൂലം മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, സഹസ്രനാമ അർച്ചന ചെയ്യുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ, അപ്പോൾ ദോഷങ്ങൾ കുറയും. എന്നാൽ ലഗ്നത്തിലോട്ടും 9-ലോട്ടും 11-ലോട്ടും ഒക്കെ ഉള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് വളരെ അനുകൂലമാണ്, ഭാഗ്യാനുകൂല്യമൊക്കെ തരുന്നതാണ്. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു ചെറിയ കുറവുണ്ടാകും. പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, സ്നേഹിതർ മൂലം നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, എല്ലാവിധമായ സുഖപ്രാപ്തി, സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനാണ്. സുഖം, കാര്യ വിജയം, ധനനേട്ടം, ഉദ്യോഗ ലാഭം, പദപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, അതുപോലെ സർപ്പപൂജ ചെയ്യുക, ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹു കേതുക്കളുടെ ദോഷവും കുറയും. മകരക്കൂറ്.
ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. പൊതുവെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. രോഗമുക്തി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക, അതുപോലെ തന്നെ മിത്രങ്ങൾ മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക, പല നേട്ടങ്ങൾക്കും സാധ്യത ഉള്ളതാണ് അങ്ങനെ. എന്നാൽ 14-ാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ഗ്രഹകലഹം ഉണ്ടാകാം, യാത്രാക്ലേശം ഉണ്ടാകാം, രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്, സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം മഹാദേവന് ധാര, കൂവളമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ 23-ാം തീയതി വരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. മനസമാധാനം, കടുത്ത വാക്കുകൾ മൂലം വാക്കുകൾ നിമിത്തമായിട്ട് നഷ്ടം, പരാജയം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുജൻ മൂലമുള്ള ദോഷങ്ങൾക്കൊക്കെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ 23-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ്. എല്ലായിടത്തും ഒരു കാര്യ വിജയം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, സുഹൃത്തുക്കൾ മൂലമൊക്കെ പല നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നെ ബുധന് 9-ാം തീയതി വരെ വളരെ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പക്ഷേ 9-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ല. ശത്രുക്ലേശം, ബന്ധുക്കളുമായിട്ടോ വഴക്കുണ്ടാകുക തുടങ്ങിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ല. അപ്പോൾ വീട് വിട്ടുപോകേണ്ടി വരിക, മാതാവ് മൂലം മനക്ലേശമോ ധന ചെലവുകൾ അധികമായിട്ട് വരിക, കുടുംബക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ നല്ല ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത്, സഹസ്രനാമം അർച്ചന ചെയ്യുന്നതൊക്കെ ദോഷം കുറച്ച് കിട്ടാൻ നല്ലതാണ്. പക്ഷേ വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യാഴം വളരെ അനുകൂലമാണ് ജാതകത്തിലെങ്കിലെന്ന് വെച്ചാൽ കുടുംബ സ്വത്ത് തന്നെ കിട്ടാൻ ഒരു അധികം ചിലവൊന്നുമില്ലാതെ തന്നെ അതിനും ഒരു സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ അനുകൂലനല്ല. നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങളോ ധനക്ലേശമോ ശത്രുക്ലേശമോ ഒക്കെ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 24-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ്. എല്ലാവിധമായ സുഖപ്രാപ്തി, ധനലാഭം, കുടുംബസുഖം, പിന്നെ സ്നേഹിതർ മൂലമൊക്കെ സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ശനി 7.5 ശനിയായി തന്നെ തുടരുന്നു. അതിന് 7.5 ശനിയുടെ ലാസ്റ്റ് ഇതാണ്. അപ്പം കുറവുണ്ട് ക്ലേശങ്ങൾക്കെങ്കിലും 7.5 ശനിക്കാലമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു അനുകൂലനാണ്. പക്ഷേ കേതു അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പിതാവ് മൂലമോ ബന്ധുക്കൾ മൂലമോ ഒക്കെ മനക്ലേശം ഉണ്ടാകാം, പിതാവിന് ക്ലേശം ഉണ്ടാകാം. അതൊക്കെ ദോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാലി 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കുംഭക്കൂറ്. ഇവർക്ക് സൂര്യൻ ഇപ്പോൾ 13-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. നല്ല മനക്ലേശം, ധനനഷ്ടം, വ്യാപാരങ്ങളിലൊക്കെ നഷ്ടം, ദുഃഖം, ചതിവ് ഇതൊക്കെ ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ചാർത്തുക. ഞായറാഴ്ച ദിവസങ്ങളിൽ യാത്രയൊക്കെ ചെയ്യാതിരിക്കുക. ഓം നമഃശിവായ ജപിക്കുക. അപ്പം ദോഷങ്ങളൊക്കെ കുറയും. എന്നാൽ 14-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് ഈ സൂര്യൻ സഞ്ചരിക്കുന്നത്. രോഗമുക്തി, മനസുഖം, സർവാഭിഷ്ടലാഭം, ധനലാഭം, ശത്രുനാശം, പിന്നെ സ്ഥാനമാന ലാഭങ്ങൾ, മിത്രങ്ങൾ നിമിത്തമായിട്ടൊക്കെ പല നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം, മുറിവുകളോ വ്രണമോ ഒക്കെ, രക്തസംബന്ധമായ രോഗങ്ങളോ ധനക്ലേശം, കടുത്ത വാക്ക് മൂലം ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കടുംപായസം, ഉടയാട ചാർത്തൽ, മാല ചാർത്തൽ, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി.
അത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ജന്മനാളുകളിൽ ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ 9-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. എന്നാൽ 9-ാം തീയതി മുതൽ വളരെ അനുകൂലനാണ്. സന്തോഷം ഉണ്ടാകുക, വിദ്യാനുകൂല്യം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, രത്നാഭരണങ്ങളൊക്കെ ആദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക, സജ്ജനങ്ങളുമായിട്ടൊക്കെ ഇടപെടാനും മനസ്സമാധാനം ഉണ്ടാകാനും പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ വ്യാഴം ദോഷപ്രദനാണ്, വളരെ ദോഷസ്ഥലത്തിലാണ് നിൽക്കുന്നത്. സ്ഥാനഭ്രംശം ഉണ്ടാകാം, കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങളുണ്ടാകാം, ബന്ധുക്കളും മിത്രങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, കാര്യതടസ്സങ്ങൾ വരാം, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ശുക്രൻ 24-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. എല്ലാ വിധമായ സുഖപ്രാപ്തി, ധനലാഭം, ലോക ബഹുമാനം ഇതൊക്കെ നേടുന്നതാണ്. ആരോഗ്യമൊക്കെ അനുകൂലമായി വരുന്നതാണ്. വസ്ത്രാഭരണാദികളൊക്കെ നേടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 24-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. 7 ശനിയുടെ മധ്യഭാഗമാണ് ജന്മശനി. വളരെയേറെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജന വെള്ളുകിഴി, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടിലേതെങ്കിലും ഒന്ന് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ലാതെ സഞ്ചരിക്കുക. 2-ലെ രാഹു നല്ല ധനനഷ്ടമൊക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പല തടസ്സങ്ങളും വരുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ വരുത്തുക, ഗണപതിക്ക് ഒരു നാളികേരമോ ഒരു ഗണപതി ഹോമമോ പക്കപ്പറന്നാൾ തോറും ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി മീനക്കൂറ്. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് ആദിത്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ധനനഷ്ടം ഉണ്ടാകാം, ഉദര സംബന്ധമായ ക്ലേശങ്ങളോ നേത്രരോഗങ്ങളോ ഒക്കെ, കൃഷി ഒക്കെ നഷ്ടപ്പെടുന്നതിനോ അത് ദോഷം വരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പല ചതിവ് പറ്റുന്നതിനും സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ നല്ല സാധ്യത കാണുന്നു. അപ്പോൾ എന്നും ഓം നമഃ ശിവായ ജപിക്കുക, മഹാദേവന് ധാര, കൂവളമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ മാസം മുഴുവനും അത്ര അനുകൂലൻ അല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുക. അമിതമായിട്ടുള്ള ധനച്ചെലവുണ്ടാകാം, ബന്ധുവിരോധം ഉണ്ടാകാം, ദൂരദേശ യാത്ര ചെയ്യേണ്ടി വരിക, ഉഷ്ണരോഗമോ നേത്രരോഗമോ രക്തസംബന്ധമായ രോഗങ്ങളോ ഒക്കെ ക്ലേശിപ്പിക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കടുംപായസമോ ഉടയാട ചാർത്തലോ പുഷ്പാഞ്ജലി ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 9-ാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്ന. ദോഷം അത് സന്തോഷം, ധനനേട്ടം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 9-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ല. മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ഇന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും വ്യാഴത്തിന് വേദദോഷം ഭവിക്കിയാൽ വിപരീതനായി ഭവിക്കുന്നേ. ധനനാശം ഉണ്ടാകാം, ധനക്ലേശം ഉണ്ടാകാം, അമിതമായിട്ടുള്ള ചെലവ്, ദൂരയാത്ര ചെയ്യേണ്ടി വരിക, യാത്രാക്ലേശം, വാഹന മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുന്നതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6, 8, 10 ഭാവങ്ങളിലോട്ടൊക്കെ വീഴുന്നത് വളരെ നല്ലതാണ്. അത് ചില ജോലി സംബന്ധമായിട്ട് കർമ്മസംബന്ധമായിട്ട് നിത്യവരുമാനത്തിനൊക്കെ അത് അനുകൂലമാണ്. അത്ര കണ്ട് ദോഷം അല്ലാതെ ഈ വ്യാഴത്തിൻ്റെ അവസ്ഥ. പിന്നെ ശുക്രൻ മാസം മുഴുവനും അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. എല്ലാവിധമായ സുഖപ്രാപ്തി, ധനനേട്ടം, ശത്രുനാശം തുടങ്ങിയ തുടർച്ചയായിട്ടുള്ള ധനലാഭം ഉണ്ടാകുക തുടങ്ങിയ
നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7.5 ശനി ആയിട്ട് തന്നെ തുടരുന്നു. അത് ക്ലേശപ്രദമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങളെ കുറയും. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല, നല്ല ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ശിവപ്രീതി വരുത്തുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ